നാലാമത്തെ ഹീറ്റ്സിലേക്ക് പ്രേക്ഷകരുടെ കൈരളി ന്യൂസിന്റെ എല്ലാ വണ്ണംകളി പ്രേമികളുടെയും ശ്രദ്ധ ഞങ്ങൾ പുന്നമടയുടെ വടക്കേ അറ്റത്തേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അതാ നാലാം ഹീറ്റ്സ് തയ്യാറാണ്. ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് വള്ളം വരുന്നു. ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് കാവാലം ചെറുകരക്കാരുടെ ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് തുഴയുന്ന സെന്റ് ജോർജ് ആണ് ഒന്നാം ട്രാക്കിൽ വരുന്നത്. രണ്ടാം ട്രാക്കിൽ ആരാ? ലോക്കൽ നാട്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈ ടോ എന്നൊരു വിളി വിളിച്ചാൽ ഓഫീസിൽ ആ വിളി കേൾക്കും. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ. നടുഭാഗം ആരാ? നെഹ്റു ട്രോഫി എന്നാൽ നടുഭാഗമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ചാടിക്കയറിയ വള്ളം നെഹ്റു ട്രോഫിക്ക് കാരണഭൂതനായ നടുഭാഗം. രണ്ടാം ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബ് തുഴയുന്നു. മൂന്നാം ട്രാക്കിൽ ആരാ? വെറുതെ ആളല്ല, നീരാളിയാണവൻ. അവനെ സൂക്ഷിക്കണം. ട്രാക്കിലെ നെഹ്റു ട്രോഫി ട്രാക്കിലെ എക്കാലത്തെയും വലിയ നീരാളിയാണവൻ. നിരണമെന്ന നീരാളി വരുന്നു. മൂന്നാം ട്രാക്കിൽ നിരണം ചുണ്ടൻ തുഴയുന്നത് നിരണം ബോട്ട് ക്ലബ്ബ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റ് ആണ്, മറക്കരുത്. നിരണം നാലാം സ്ഥാനത്തേക്ക് പോയെങ്കിലും അവൻ കഴിഞ്ഞ വർഷം ഫൈനലിൽ തുഴഞ്ഞെത്തി. അപ്പൊ നിരണം നീരാളിയാണ്, മറക്കരുത്. നാലാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി രാജാ കേശവദാസിന്റെ സ്മരണ ഇപ്പോഴും ആലപ്പുഴ നിലനിർത്തുന്നത് വലിയ ദിവാഞ്ചി വള്ളത്തെ കാണുമ്പോഴാണ്. രാജാ കേശവദാസിന്റെ പേരിലുള്ള വലിയ ദിവാഞ്ചി തുഴയുന്നത് യഥാർത്ഥത്തിൽ നിരണം ബോട്ട് ക്ലബിന്റെ ബി ടീം എന്ന് പറയാവുന്ന നിരണം ചുണ്ടൻ ഫാൻസിന്റെ ടീമാണ്. അപ്പൊ അവരുടെ രണ്ട് ടീമുകൾ ഇങ്ങനെ പറഞ്ഞ് പരസ്പരം ചിരിച്ച് കളിച്ച് തുഴയാനുള്ള ഒരു അവസരമാണ് അവർക്ക്, നിരണത്തുകാർക്ക് 3-ലും 4-ലും. അതൊരു വിധിയാണോ ചേട്ടാ ഇങ്ങനെ വന്നത്? അതിനെങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനം. ബിക്കോസ് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ കുഴപ്പമാണ്. ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, നടുഭാഗത്തിന്റെ ഹോം ഗ്രൗണ്ട് ആണ് ഇത്. പുന്നമടയുടെ ഹോം ഗ്രൗണ്ട് ആണ്. ഞങ്ങളുടെ മടയിൽ വന്ന് പേടിപ്പിക്കരുന്നവർ പറയും. തീർച്ചയായും ഇതിനെ കുറിച്ച് പറയാൻ സുനിലാണ് പറ്റുക. തീർച്ചയായിട്ടും കാര്യം വെച്ചാൽ ഞാൻ പുന്നമടയുടെ ഒരു ആരാധകനൂടാ കേട്ടോ. എൻ്റെ നാടും എൻ്റെ കാര്യം, ഞാൻ ജീവിക്കുന്ന പുന്നമടയുടെ കരയില്ല. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം എൻ്റെ പുന്നമട എൻ്റെ നടുഭാഗം ജയിക്കണമെന്നാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ അകത്തൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്, വള്ളംകളിയുണ്ട്, അതിൻ്റെ അകത്തൊരു വിജയമുണ്ട്. ചേട്ടാ വിഴിഞ്ഞു രണ്ടാമത്തെ നാലാം ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ 3-ലും നമ്മുടെ ശ്രദ്ധ എത്രയും 2-ലും 3-ലുമാണ്. രണ്ടാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ക്യാപ്റ്റൻ ജിൻഡോ ജോമി ക്യാപ്റ്റനായിട്ടുള്ള, അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള, ഒന്നാം തുഴക്കാരനായി സെബിൻ മാത്യു അണിനിരക്കുന്ന ഒന്നാം പങ്കായം സുരേഷ് നഷ്ടന്തറ ഒന്നാം പങ്കായം കൈകാര്യം ചെയ്യുന്ന പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം 2-ൽ പറന്നു വരുമ്പോൾ നിരണത്തിന് വേണ്ടി ആരൊക്കെയാ? കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളല്ലേ? ക്യാപ്റ്റൻ KG അബ്രഹാം, നമുക്കറിയാം കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന്റെ ഒപ്പം ഒക്കെ ഉടമസ്ഥനാണ്. കുവൈറ്റിലെ വലിയ NBTC ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ KG അബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള ടീമാണ് നിരണമെങ്കിൽ നിരണത്തിന്റെ മറ്റുള്ളവരാരൊക്കെയാ? നിരണത്തിന് വേണ്ടി തുഴയുന്നത് ചമ്പക്കുളത്ത് കൊണ്ടാക്കൽ പള്ളി പാരീഷ് ഹാളിൽ താമസിച്ച് അവിടെയാണ് 35 ദിവസത്തോളം പ്രാക്ടീസ് ചെയ്ത വള്ളം. ലീഡിംഗ് ക്യാപ്റ്റനായി രാഹുൽ പ്രകാശ് ഉണ്ട്. ഒന്നാം തുഴക്കാരനായി അജീഷ് കുമരകമുണ്ട്. ഒന്നാം പങ്കായത്ത് സതീഷ് കുമരകമുണ്ട്. ഹെഡ് കോച്ച് സുനിൽ കുമാറാണ്. പടഹാരമാറ്റിൽ പ്രാക്ടീസ് കഴിഞ്ഞ് അങ്ങനെ പട നയിച്ചു വരികയാണ് നിരണം. നിരണമാണോ പുന്നമടയാണോ? നിരണമാണോ നടുവാണോ? നടുഭാഗമാണോ നിരണമാണോ? ഇനി ഛത്രപതി എന്ന വിളിപ്പേരുള്ള വള്ളമാണ് നടുഭാഗം, അറിയാമല്ലോ. ഛത്രപതിയാണവൻ. 1952 മുതൽ അവനെ നമ്മൾ കാണുന്നതാണ്. പുന്നമടയും നെഹ്റു ട്രോഫിയും ഒന്നും പുത്തരിയല്ല നടുഭാഗത്തിന്. അങ്ങനെ പുന്നമട ബോട്ട് ക്ലബിന് ഇത്തവണയെങ്കിലും ഇവിടെ ഫൈനലിലേക്ക് കയറാൻ കഴിയുമോ? ചോദ്യം വലുതാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. നേരത്തെ മുമ്പേ പറഞ്ഞ പോലെ നിരണത്തിന്റെ KG അബ്രഹാം എന്ന് പറഞ്ഞ പോലെ ഇന്ന് രാവിലെ കണ്ട് സംസാരിച്ചു. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ നെഹ്റുവിന്റെ കപ്പ് ഇന്ന് ഞാൻ മേടിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ വിളിച്ചു, അച്ചായ എല്ലാവിധ ആശംസകളും നേർന്നു. തീർച്ചയായിട്ടും പക്ഷെ നടുഭാഗം വിട്ടു കൊടുക്കത്തില്ല ചേട്ടാ. അതിനകത്ത് യാതൊരുവിധ സംശയങ്ങളും വേണ്ട. ഇത് ഞങ്ങളുടെ മടയാ. ആ മടയിൽ വന്ന് വേറൊരു പുലിയും വരണ്ട. ഞങ്ങളെ നോക്കിക്കോളാം. നോക്ക് എത്ര മനോഹരമായിട്ട് അവർ തുഴയുന്നത് കാണുന്നില്ലേ? ഇല്ല ചേട്ടാ, നിരണമുണ്ട് ചേട്ടാ. ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുക. കടുത്ത പോരാട്ടമാണ് നിരണം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ PBC പുന്നമട ബോട്ട് ക്ലബും നിരണം ബോട്ട് ക്ലബും തമ്മിൽ നാലാം ഹീറ്റ്സിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വീണ്ടും 2-ലും 3-ലും. കഴിഞ്ഞ ഹീറ്റ്സിൽ നമ്മൾ UBC കൈനകരിയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും എങ്ങനെയാണോ 2-ലും കാണുക, ഈ കാഴ്ച കാണുക. ഇതല്ലേ കാണേണ്ടത്? ഇതല്ലേ പനോരമിക് വ്യൂ? 2-ഉം 3-ഉം കാണുക. ആ 2-ലും 3-ലും വരുന്നവരാണ് പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗമാണ്. 3-ല് ആരാ? നിരണമാണ് നിരണം ബോട്ട് ക്ലബിന്റെ. ഇനി നടുഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ് ഞങ്ങൾക്കവൻ. ഈ നെഹ്റു ട്രോഫിയുടെ നൊസ്റ്റാൾജിയാണ്. ഈ കായൽ ഒളിമ്പിക്സിന് കാരണക്കാരനായ വള്ളമാണ്. ഞാൻ പറഞ്ഞു, ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് കുട്ടനാടൻ കായൽ പരപ്പിലൂടെ ചീറിപ്പായാൻ ഭാഗ്യം സിദ്ധിച്ച നടുഭാഗമാണ് പുന്നമടയെ ഏന്തി വരുന്നത്. അങ്ങനെ ആഞ്ഞാഞ്ഞാഞ്ഞ് പുന്നമടയുടെ വിരിവാറിലേക്ക് നടുഭാഗത്തിന്റെ വങ്കിൽ നിന്ന് വീഴുന്ന ഓരോ തുഴകളും അത് പ്രചോദിപ്പിക്കുന്നത് ആരെയാ? ഈ ആലപ്പുഴക്കാരെയാണ്. തൊട്ടപ്പുറത്ത് വലതുഭാഗത്ത് ഈ കരക്കാരത്ത്
തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഇപ്പൊ കണ്ടില്ലേ, നിരണയിഞ്ഞു പോരുവാണല്ലോ. എന്ത് സംഭവിക്കുന്നു? നിരണയിഞ്ഞു പോരുവാണല്ലോ ഷൈചേട്ടാ, എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരിക്കലുമില്ല, മത്സരം കടുത്തതാണ്. ഈ തീരം തേടുന്ന തിരയുടെ പാട്ടിന്റെ താളലയം കേൾക്കാം. അതിൽ ഉണരട്ടെ നടുഭാഗം. പുന്നമട ബോട്ട് ക്ലബിന്റെ നവചേതനകൾ ഒന്നൊന്നായി ചിറകുവിടർത്തട്ടെ. നർത്തനമെന്ന് തുടരട്ടെ നടുഭാഗം. വില്ലുവിട്ടൊരമ്പ് പോലെ രണ്ടാം ട്രാക്കിൽ പാടി വരികയാണ് നടുഭാഗവും പുന്നമട ബോട്ട് ക്ലബും. പക്ഷേ സുനിൽ പറഞ്ഞതിലൊരു ഡേഞ്ചർ ഇല്ലേ? നിരണം എവിടെയാ? ഒപ്പമാണോ? ഇച്ചിരി മുന്നിലാണോ? നോക്കൂ സുനിൽ. ഇല്ല, ചെറുമുറി ഇറങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ കളി കാണാൻ പോകുന്നു. രണ്ട് കൂട്ടരും കണ്ടു നോക്കൂ. ഇതൊന്നും തോർത്തെടുക്കുന്നില്ല. ആരൊക്കെയോ കോടി വീശി കാണിക്കുന്നുണ്ട്. പക്ഷേ ചേട്ടാ, ആരും വിട്ടുപോവില്ല. ഇത് വളരെ അതിമനോഹരമായ മത്സരം. ഇതാണ് പിടിച്ചു കളിക്കുക എന്ന് പറയുന്നത്. കടിച്ചു കിടക്കുക മലയാളത്തിൽ പറയും. തീർച്ചയായിട്ടും അതിന് പരിചയ സമ്പത്ത്. കടിച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ, പിടിച്ചു കളിക്കുക എന്ന് പറഞ്ഞാൽ പരിചയ സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആവേശോജ്വലമായ പോരാട്ടം. ശത്രുപാളയത്തിന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയിൽ പോലും വഞ്ചന തിരിച്ചറിയുന്ന പരിചയസമ്പന്നരായ വമ്പൻ തൊഴിച്ചിൽക്കാരുടെ താരനിരയുണ്ട് ഇത്തവണ പുന്നമട ബോട്ട് ക്ലബിനൊപ്പം. ഈ ട്രാക്കിന്റെ തൊട്ടയൽപ്പക്കാരാണ് അവർ. വിട്ടുകൊടുക്കില്ല ഇത്തവണ ഈ വെള്ളിക്കപ്പ് എന്ന് തീർച്ചപ്പെടുത്തും പോലെയുള്ള വരവാണോ BBC പുന്നമട നടുഭാഗം പുന്നമട BBC നടുഭാഗം ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് BBC പുന്നമട നടുഭാഗം. ഓ മൈ ഗോഡ്, ഇതായിരുന്നു റേസ്. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ സുനിലിന്റെ BBC. കാരണം സുനിൽ ഈ സിറ്റിക്കാരനാണ്, ആലപ്പുഴക്കാരനാണ്, ഈ നഗരത്തിൽ ജീവിക്കുന്നയാളാണ്. അതുകൊണ്ട് സുനിലിന്റെ സിരകളിൽ ഇപ്പോൾ ജ്വലിക്കുന്ന വികാരം എന്താണ് എന്ന് തൊട്ടടുത്തിരുന്ന് ഞാൻ തിരിച്ചറിയുന്നു. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം നാലാം ഹീറ്റ്സ് കൈയടക്കുന്ന കാഴ്ച. തീർച്ചയായിട്ടും ഇതിന്റെ അകത്തൊരു പ്രത്യേകതയോടെ ഉണ്ട്. ഇതിന്റെ രണ്ട് ക്യാപ്റ്റന്മാരും ജിൻഡോ ജോമിയും, അതുപോലെ നമുക്കറിയാം ചേട്ടൻ മുമ്പേ സൂചിപ്പിച്ച പോലെ KG എബ്രഹാം. നമുക്കെല്ലാം KG എബ്രഹാമിന് ഇതൊന്നും ഞാൻ ഈ പ്രായത്തിൽ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് 68 ഇപ്പോഴും ആ സൂര്യം ജീവിതത്തിന്റെ ഇതും വർഷത്തിൽ 3-4 പ്രാവശ്യം ഈ വള്ളംകളിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതിന് വേണ്ടിയിട്ട് ഇതിന് പുള്ളിയുടെ ഒരു പ്രയത്നം തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ജിൻഡോ ജോമി പ്രവാസിയാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. 30 ദിവസമായിട്ട് ഈ വള്ളത്തിന്റെ കൂടെ ഈ ക്യാപ്റ്റൻ ഇതിന്റെ കൂടെ ഇതിന്റെ ട്രെയിനിങ്ങും കൊടുത്ത് രാവുവിന് വെച്ച് തീർച്ചയായിട്ടും ജിൻഡോയ്ക്ക് ഇതിനെ അഭിമാനിക്കാം. അതുപോലെ ഇതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായ ശ്രീ അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ്, പുള്ളിക്ക് അഭിമാനിക്കാം. എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ ആ നാലാം ഹീറ്റ്സിൽ നിർണായകമായി മാറാൻ പോകുന്നു. ഒരുപക്ഷെ ഒരു സംശയവും വേണ്ട, ഈ രണ്ട് വള്ളങ്ങളും ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനും സംശയം വേണ്ട കേട്ടോ. അതായത് നിരണവും നടുഭാഗവും ഒരേപോലെ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്താലും സംശയം വേണ്ട. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാം ആ ഒരു കണക്കൂട്ടിലേക്ക്. അപ്പോൾ ചേട്ടൻ ഇതുകൂടെ ഒന്ന് പറഞ്ഞിരണം. പള്ളാത്തൂർ 4ാം സ്ഥാനത്തേക്ക് വരുന്ന വള്ളമാണ് ഇപ്പോൾ നമുക്ക് വിഷ്വൽ കാണുന്നത്. ഗാഗുൽത്ത ബോട്ട് ക്ലബിന്റെ നമ്മൾ പറഞ്ഞു 1ാം ട്രാക്കിൽ തുഴഞ്ഞ സെന്റ് ജോർജ് വള്ളം. ഗാഗുൽത്ത ബോട്ട് ക്ലബിന്റെ 1ാം ട്രാക്കിൽ തുഴഞ്ഞു വന്ന ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബാണ് ഏറ്റവും അവസാനമായിട്ട് ഫിനിഷ് ചെയ്യുന്ന കാഴ്ച. അങ്ങനെ 4ാമത്തെ ഹീറ്റ്സും കഴിയും.